സണ്ണി ലിയോണിയെ പോലെയും മിയ ഖലീഫയെ പോലെയും ഡാനി ഡാനിയൽസിനെ പോലെയും ഒക്കെ ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാത്ത മലയാളി പുരുഷന്മാർ വളരെ കുറവായിരിക്കും. മലയാളികൾക്ക് പോണിനോടും പോൺ സ്റ്റാർസിനോടുമൊക്കെയുള്ള ഒരു ആസക്തി ഇത് തന്നെയാണ് വളരെ വ്യക്തമാക്കുന്നത്. ഇന്ന് പല പുരുഷന്മാർക്കും ഈ പോൺ കാണുന്നത് നിർത്തുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളോട് സംസാരിക്കുവാനും നിങ്ങളുടെ ഏതാഗ്രഹവും ഇഷ്ടവും ഒക്കെ യാതൊരു മടിയോ തടസ്സമോ ഒന്നും കൂടാതെ അനുസരിക്കുവാനും എപ്പോൾ വേണമെങ്കിലും പൂർത്തീകരിക്കാനും ഒക്കെ തയ്യാറായി നിൽക്കുന്ന ഒരു പോൺ സ്റ്റാറിൻ്റെ രൂപസാദൃശ്യമുള്ള ഒരു ഡിജിറ്റൽ പങ്കാളിയെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യ സ്ത്രീയുമായിട്ട് പിന്നീട് നിങ്ങൾക്ക് ജീവിക്കാൻ താല്പര്യമുണ്ടാകും. അങ്ങനെയുള്ള ഒരു ലോകത്തിലേക്കാണ് നമ്മളെല്ലാവരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാമുകിമാരുടെ ലോകം. വരുന്നാളുകളിൽ ഒരു വലിയ ശതമാനം മലയാളി പുരുഷന്മാരിൽ ഈ പോണിനെക്കാട്ടിൽ കൂടുതൽ അടിമത്ത മനോഭാവം ഉണ്ടാക്കാൻ ശക്തിയുള്ള ഒരു സാങ്കേതിക വിദ്യയായിട്ട് ഈ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച കാമുകിമാർ മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല. എന്താണ് അതിന് കാരണമെന്നും അതിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന കേരളത്തിലെ ചില സാമൂഹിക പശ്ചാത്തലത്തെ പറ്റിയുമൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി റൈറ്ററും സെക്സ് എഡ്യൂക്കേറ്ററുമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും നിങ്ങളൊരു ഡോക്ടറിൻ്റെ അടുക്കലോ സൈക്കോളജിസ്റ്റിൻ്റെ അടുക്കലോ ഒക്കെ പോയി ചികിത്സിച്ച് ഭേദമാക്കേണ്ട രോഗങ്ങളല്ല. അത് പരിഹരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ശരിയായ അറിവും സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഒരു കൗൺസിലിംഗ് മാത്രം മതി. പക്ഷേ ഈ സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നും ഡോക്ടർമാരോ സൈക്കോളജിസ്റ്റുകളോ ഒന്നും അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ഒരു സേവനം നൽകുവാൻ സാധ്യവുമല്ല. ഈ ഒരു തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കി അവർക്ക് പുറത്തു പറയാൻ മടി കാണിക്കുന്ന ലൈംഗിക പ്രശ്നങ്ങൾ നാണക്കേടോ കുറ്റബോധമോ അപമാന ഭയമോ ഒന്നും കൂടാതെ സ്വകാര്യതയിൽ സുരക്ഷിതമായിട്ട് പങ്കുവെച്ച് മരുന്നുകൾ ഒന്നും കൂടാതെ പരിഹാരം കണ്ടുപിടിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് വിവോക്സിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മറ്റുള്ളവരിൽ എത്തിക്കാൻ പരമാവധി സഹായിക്കുക. കുറച്ചുനാൾ മുമ്പ് ഞാൻ ചെയ്ത ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന കമന്റ് വളരെയധികം ശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി. അഗാധമായ ലൈംഗിക നിരാശ അല്ലെങ്കിൽ സെക്ഷൽ ഫ്രസ്ട്രേഷനോടൊപ്പം ആ വ്യക്തി അനുഭവിക്കുന്ന ഒരു ഏകാന്തതയുടെയും ഒറ്റപ്പെടലിന്റെയും ഒക്കെ ഒരു രോദനം കൂടിയാണ് സത്യത്തിൽ ഈ കമന്റ്. ഈ ഒരു കമന്റിന് സപ്പോർട്ട് ചെയ്ത് ലഭിച്ച ഏകദേശം 130ഓളം ലൈക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മലയാളി പുരുഷന്മാർ ഏറെയാണ് എന്ന്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ കാമുകിമാർ ഇതുപോലെയുള്ള പുരുഷന്മാരെ ഉദ്ദേശിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ്. ഇത് കേൾക്കുന്ന ചിലരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇതിലെന്താണ് തെറ്റ് എന്ന്, ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനെക്കാട്ടിൽ നല്ലതല്ലേ എന്നൊക്കെ. അങ്ങനെ ചിന്തിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു മറു ചോദ്യമാണ്. ഇന്ന് എക്സിലും ഇൻസ്റ്റയിലും ഒക്കെ 10,000-കണക്കിനും ലക്ഷക്കണക്കിനും ഒക്കെ ഫോളോവേഴ്സ് ഉള്ളവരുണ്ട്. പക്ഷേ ഇത് നിങ്ങളുടെ ഏകാന്തതയെ ഇല്ലാതാക്കിയോ? നിങ്ങൾ നാളെ ഹോസ്റ്റലിലോ വീട്ടിലോ ഒക്കെ വയറിളക്കം പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ വരുന്നത് നിങ്ങളുടെ ഇൻസ്റ്റാ ഫോളോവറോ അല്ലെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബറോ ഒക്കെയാണോ? അല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സഹായം വേണമെങ്കിൽ അടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യജീവി തന്നെ വേണം. വേറൊരു കുഴപ്പം ഈ കാമുകിമാർ നിങ്ങളുടെ ഭാവി ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില പ്രശ്നങ്ങളാണ്. ഇന്ന് പല ദാമ്പത്യ ബന്ധങ്ങളും കുളമാകുന്നതും ഡിവോഴ്സിൽ അവസാനിക്കുന്നതിൻ്റെയും പിന്നിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് പുരുഷന്മാർ ചെറുപ്പത്തിലെ തന്നെ ലൈംഗികതയെപ്പറ്റി ഫോണിലൂടെ മാത്രം പഠിക്കുന്നത് കൊണ്ടാണ്. കാരണം അതിലൂടെ അവർക്ക് യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ലൈംഗിക പ്രതീക്ഷ അവരുടെ പങ്കാളിയിൽ നിന്നും ഉണ്ടാവുകയും അത് പിന്നീട് ദാമ്പത്യ പ്രശ്നത്തിലോട്ടൊക്കെ നയിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളോട് നേരിട്ട് സംസാരിക്കുവാനും നിങ്ങളുടെ എല്ലാ ഇംഗിതങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ യാതൊരു മടിയോ തടസ്സമോ ഒന്നും കൂടാതെ വഴങ്ങിത്തരികയും ഒക്കെ ചെയ്യുന്ന ഒരു കാമുകി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മനുഷ്യ സ്ത്രീയുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു താല്പര്യം പോലും ഉണ്ടാകുമോ? ഇനി ഉണ്ടായാൽ തന്നെ ആ ബന്ധത്തിന്റെ ഭാവി എന്തായിരിക്കും? ഒരു സ്ത്രീയും നിങ്ങളെ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ പോലും നിങ്ങളുടെ എല്ലാ താല്പര്യങ്ങൾക്കും വഴങ്ങിത്തരത്തില്ല. കാരണം മനുഷ്യബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒരു ഗിവ് ആൻഡ് ടേക്കും വ്യക്തിഗത മൂല്യങ്ങളിലൊക്കെ അധിഷ്ഠിതവുമാണ്. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ പങ്കാളിയുടെ അടുക്കൽ പെരുമാറുന്നത് അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണമായിരിക്കും പലപ്പോഴും നിങ്ങളുടെ പങ്കാളിയിൽ നിന്നും തിരിച്ചും ഉണ്ടാകുന്നത്. മാത്രവുമല്ല ഈ സെക്സിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പങ്കാളി കിടക്കയിൽ എന്ത് ചെയ്യും എന്ത് ചെയ്യത്തില്ല എന്നുള്ളത് ആ വ്യക്തിയുടെ ലൈംഗികതയിലുള്ള കാഴ്ചപ്പാടിനെ വ്യക്തിഗത മൂല്യങ്ങളെയും ഒക്കെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഗേൾ ഫ്രണ്ടിന് ഈ ഒരു പ്രശ്നം ഉണ്ടാകുമോ? കല്യാണത്തിന് മുമ്പ് ഒരു കാമുകിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും ജീവിച്ചു പഠിക്കുകയും ഒക്കെ ചെയ്ത ഒരു പുരുഷന് കല്യാണത്തിന് ശേഷം ദാമ്പത്യ ബന്ധത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ക്ഷമയോ മനസ്സോ ഒക്കെ ഉണ്ടാകുമോ? ഇനി ഉണ്ടായാൽ തന്നെ നിങ്ങളുടെ പങ്കാളി ഈ കാമുകിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെ അവിഹിതമായിട്ടോ വിശ്വാസവഞ്ചനയായിട്ടോ ഒക്കെ കാണുമോ? ഈ പോൺ സ്ഥിരമായിട്ട് കാണുന്ന ശീലമുള്ള പുരുഷന്മാരുടെ പങ്കാളികൾ പറയാറുള്ള ഒരു കാര്യം അങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ പുരുഷന്മാർ അവരെ വഞ്ചിക്കുകയാണ് എന്നാണ്.
അപ്പം നിങ്ങളോട് സംസാരിക്കാൻ കൂടെ കഴിവുള്ള ഒരു AI കാമുകി നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എത്ര വലുതായിരിക്കും? ഞാൻ ഈ പറയുന്നത് കേൾക്കുന്ന ചിലർക്കൊക്കെ ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയുടെ കഥ പോലെ തോന്നിയേക്കാം. എന്നാൽ ഇത് യഥാർത്ഥ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഗൂഗിളിൽ മാത്രം ആളുകൾ നടത്തിയ സെർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ AI കാമുകിമാർക്കുള്ള അന്വേഷണത്തിൽ 2022-നും 2023-നും ഇടയിൽ മാത്രം ഏകദേശം 2400% വർധനവാണ് കാണിക്കുന്നത്. ഇതിൽ ക്യാരക്ടർ AI എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ മുമ്പ് പറഞ്ഞ AI കാമുകിമാരുൾപ്പെടെയുള്ള ഡിജിറ്റൽ കഥാപാത്രങ്ങളുമായിട്ട് സംവാദിക്കുവാനും ഒരു ആത്മബന്ധം സ്ഥാപിക്കുവാനും ഒക്കെ വരുന്ന ആളുകളുടെ എണ്ണം ഒരു മാസം 9.5 കോടിയിലധികമാണ്. ഇതിൽ ഒരു വലിയ വിഭാഗം മലയാളി പുരുഷന്മാരും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കാരണം ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. ഇനി നമുക്ക് ഈ AI കാമുകിമാർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അധികമാരും സംസാരിക്കാത്ത ഒരു സാമൂഹിക വിപത്തിനെ പറ്റി കൂടെ മനസ്സിലാക്കാം. മനുഷ്യൻ എന്ന് പറയുന്നത് കുരങ്ങ് വംശത്തിൽപ്പെട്ട സാമൂഹിക ജീവിതം നയിക്കുന്ന ഒരു ജീവിയാണ്. ഇംഗ്ലീഷിൽ സോഷ്യൽ പ്രൈമേറ്റ് എന്ന് പറയും. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു ഫോറസ്റ്റ് ഓഫീസറുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കഥയുണ്ട്. കോവിഡ് കാലത്ത് അദ്ദേഹം ജോലി ചെയ്തിരുന്ന വനപ്രദേശത്തെ കുരങ്ങന്മാരൊക്കെ കൂട്ടത്തോടു കൂടെ ചത്തുപോകാൻ തുടങ്ങി. ആദ്യമേയൊക്കെ വനപാലകർ കരുതിയത് ഇത് എന്തെങ്കിലും വൈറസ് കാരണമായിരിക്കും ഇത് സംഭവിക്കുന്നത് എന്നൊക്കെയാണ്. പിന്നീട് അന്വേഷിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് ആ കാട്ടിൽ ജീവിക്കുന്ന കുരങ്ങന്മാർക്ക് സ്വന്തമായിട്ട് ഭക്ഷണം തേടി കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് വനത്തിൽ ജീവിക്കുന്ന കുരങ്ങന്മാർക്ക് ഭക്ഷണം തേടി കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് ഇല്ലാതായത്? കാരണം കോവിഡിന് മുമ്പ് ആ വനാതിർത്തിയിലൂടെ വാഹനങ്ങളിൽ സഞ്ചരിച്ച യാത്രക്കാർ നൽകിയ ഭക്ഷണം തിന്നായിരുന്നു ആ കുരങ്ങന്മാർ ജീവിച്ചിരുന്നത്. അങ്ങനെ സ്വന്തമായിട്ട് ഭക്ഷണം തേടി കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ് ആ മൃഗങ്ങൾക്ക് ഇല്ലാതെയായി. കോവിഡ് വന്നപ്പോഴേക്കും യാത്രക്കാരുടെ വരവ് നിലച്ചു. അങ്ങനെ ആ കുരങ്ങന്മാർ കൂട്ടത്തോടുകൂടെ ചത്തുപോകാൻ തുടങ്ങുകയും ചെയ്തു. മനുഷ്യൻ്റെ കാര്യവും വ്യത്യസ്തമല്ല. നമ്മൾ ഉപയോഗിക്കാത്ത സ്കില്ലുകൾ നമുക്ക് നഷ്ടമാകും. AI ഗേൾഫ്രണ്ട്സുമായിട്ടുള്ള ഒരു നിരന്തര സമ്പർക്കത്തിലൂടെ നിങ്ങൾക്ക് നഷ്ടമാകാൻ പോകുന്നത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ സഹായിക്കുന്ന സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ഉൾപ്പെടെയുള്ള സോഷ്യൽ സ്കിൽസുകളും ലൈംഗികതയെ പറ്റിയുള്ള ശരിയായ അറിവുമൊക്കെയാണ്. കാരണം മനുഷ്യനെ ഇന്ന് AI-യിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് രണ്ട് അടിസ്ഥാന ഘടകങ്ങൾ മാത്രമാണ്. ഒന്ന്, വികാരങ്ങൾ ഉപയോഗിച്ച് മറ്റ് മനുഷ്യജീവികളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള ഒരു കഴിവ്. ഇംഗ്ലീഷിൽ ഇമോഷണൽ ആൻഡ് റിലേഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയും. 2, ശരീരം ഉപയോഗിച്ച് സെക്സിൽ ഏർപ്പെടാനുള്ള ഒരു കഴിവ്. കാരണം ബാക്കിയുള്ള എല്ലാ മേഖലകളിലും AI-ക്ക് ഇന്ന് മനുഷ്യനെക്കാട്ടിലും ഭംഗിയായിട്ട് സ്വന്തമായിട്ട് ശരീരമോ വികാരങ്ങളോ ഒന്നുമില്ലാതെ ബുദ്ധി മാത്രം ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള വിദ്യാഭ്യാസ വിദഗ്ധരും വേൾഡ് എക്കണോമിക് ഫോറം പോലെയൊക്കെയുള്ള തിങ്ക് ടാങ്കുകളും ആവർത്തിച്ച് പറയുന്നത് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടത് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള പരിജ്ഞാനമല്ല, മറിച്ച് ബന്ധങ്ങളിലും വികാരങ്ങളിലും ലൈംഗിക വിദ്യാഭ്യാസത്തിലുമൊക്കെയുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു അറിവാണ് എന്ന്. പിന്നെ എന്തുകൊണ്ടാണ് ഈ സ്കില്ലുകൾ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകാൻ മുൻകൈ എടുക്കാത്തത്? ഇവിടെയാണ് നിങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത. വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുരോഗമനത്തിൻ്റെയും നിലവാരത്തിൻ്റെയും ഒക്കെ മുഖംമൂടി അണിഞ്ഞ് ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ ഒരു കാഴ്ചപ്പാട് സമൂഹത്തിൽ സജീവമായിട്ട് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ നിർണായകമായിട്ടുള്ള സ്വാധീനവും പങ്കുമൊക്കെയുള്ള വ്യക്തികൾക്കും വളരെയധികം പങ്കുണ്ട്. അത്തരത്തിലൊരു വീഡിയോ കുറച്ച് നാൾ മുമ്പ് ഞാൻ കാണുവാനിടയായി. നമുക്കതൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ഇന്ന് ഇവിടെ ഇരുന്ന് ഈ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാര് ക്രൈസ്തവരാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ക്രൈസ്തവ മിഷണറിമാർ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നതുകൊണ്ടാണ്. ഇല്ലേ നിങ്ങൾ ഇപ്പോഴും കോണകമെടുത്ത് തെരുവിലൂടെ നടക്കാനേ നിങ്ങൾക്ക് അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഒരു സാമൂഹ്യ പരിവർത്തനം നൽകി, വിദ്യാഭ്യാസം നൽകി, ലോകത്തിന്റെ മുമ്പാകെ തന്നെ ഉയർന്നു നിൽക്കത്തക്കവണ്ണം മലയാളികളെയും ഇന്ത്യക്കാരെയും വളർത്തിയെടുക്കുന്നതിൽ ഇവിടെ ഈ പാതിരിക്ക് ബ്രിട്ടീഷുകാരും ക്രിസ്ത്യൻ മിഷണറിമാരും ഒക്കെ വരുന്നതിന് മുമ്പ് കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നിലനിന്നിരുന്ന വിദ്യാഭ്യാസത്തിന്റെ ചരിത്രത്തെ പറ്റിയോ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന സമകാലിക വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥയെ പറ്റിയോ ഒന്നും ഒരു ചുക്കും അറിഞ്ഞുകൂടാ എന്ന് ഇങ്ങേരുടെ വാക്കുകളിൽ നിന്നും വളരെ വ്യക്തമാണ്. ഇത് ബ്രിട്ടീഷുകാരും ക്രിസ്ത്യൻ മിഷണറിമാരും ഒക്കെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ തന്നെ നടത്തിയ ഒരു സമഗ്രമായ സർവേയുടെ ചില കണ്ടെത്തലുകളാണ് ഞാനിവിടെ മലയാളത്തിലോട്ട് പരിഭാഷ ചെയ്തിരിക്കുന്നത്. സർവേ പ്രകാരം കേരളത്തിലെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള മദ്രാസ് പ്രസിഡൻസിയിൽ മൊത്തം 12,498 സ്കൂളുകളും 1,88,650 വിദ്യാർത്ഥികളും ഒക്കെയുണ്ട്. ഇതിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ, അതായത് ബ്രാഹ്മണന്മാരും ക്ഷത്രിയരും വൈശ്യരും എന്നിവർ വെറും 24% മാത്രമാണ്. ഏകദേശം 65% വിദ്യാർത്ഥികൾ ശൂദ്ര കമ്മ്യൂണിറ്റിയിലും ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റിയിലുമൊക്കെ പെട്ട വിദ്യാർത്ഥികളാണ്. ഓരോ ഗ്രാമത്തിലും ഒരു സ്കൂളെങ്കിലും ഉണ്ട്. ഈ ഗ്രാമത്തിലുള്ള പല സ്കൂളുകളിലെ അധ്യാപകരും താഴ്ന്ന ജാതിയിൽ നിന്നും ഉള്ളവരാണ്.
മദ്രാസ് പ്രസിഡൻസിയിലെ സാക്ഷരതയും സ്കൂളിലെ ഹാജരുമൊക്കെ ഇംഗ്ലണ്ടിനെക്കാട്ടിൽ വളരെ കൂടുതലാണ്. പ്രാദേശിക ഭാഷകളിലും സംസ്കൃതത്തിലുമായി ഗണിതം, ജ്യോതിശാസ്ത്രം, തർക്കശാസ്ത്രം, ധാർമ്മിക ശാസ്ത്രം, സാഹിത്യം തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമ്പന്നമായ ഒരു പാഠ്യപദ്ധതിയാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ രീതി. അമ്പലങ്ങൾ, നാട്ടുരാജാക്കന്മാർ, ധനികരായിട്ടുള്ള വ്യാവസായികൾ, സമുദായം, മദ്രസ തുടങ്ങിയ സ്ഥാപനങ്ങളും വ്യക്തികളുമൊക്കെയാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ട എല്ലാ സഹായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. എക്സർട്സ് ഫ്രം ദ ബ്യൂട്ടിഫുൾ ട്രീ ബൈ ധരംപാൽ, based on a survey conducted by Sir Thomas Munro, Governor of Madras, 1820 to 1827. ഇത് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ മദ്രാസ് ഭരിച്ചിരുന്ന ഒരു ബ്രിട്ടീഷ് ഗവർണർ തന്നെ നേരിട്ട് നടത്തിയ ഒരു സർവേ ആയതുകൊണ്ട് ഈ ബ്രിട്ടീഷുകാരും ക്രിസ്ത്യൻ മിഷണറിമാരും ഒക്കെ വന്നതുകൊണ്ടാണ് ഇന്ത്യയും കേരളവും ഒക്കെ രക്ഷപ്പെട്ടതെന്ന് വിശ്വസിക്കുന്ന നാടൻ സായിപ്പുമാർക്ക് പുച്ഛിച്ചു തള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ സർവേ റിപ്പോർട്ടിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ പുസ്തകത്തിൻ്റെ ഒരു അവലോകനം നൽകുന്ന വീഡിയോ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരും ക്രിസ്ത്യൻ മിഷണറിമാരും ഒക്കെ ചെയ്തത് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ വ്യാപകമായിട്ട് നിലനിന്നിരുന്ന ഒരു വിദ്യാഭ്യാസ സംസ്കാരത്തെ തകർത്തിട്ട് ക്രിസ്ത്യൻ പ്രത്യയശാസ്ത്ര മൂല്യങ്ങളുടെ മേന്മയും ശ്രേഷ്ഠതയും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്ന മതപരിവർത്തനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പാശ്ചാത്യ വിദ്യാഭ്യാസ സംസ്കാരത്തിന് തുടക്കം കുറിക്കുകയാണ് ചെയ്തത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മനുഷ്യൻ അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കയ്യും കാലും ഒക്കെ വെട്ടിയെടുത്തിട്ട് അതിന് പകരം ഒരു മരക്കാലും മരക്കൈയും ഒക്കെ ഫിറ്റ് ചെയ്ത് തന്നിട്ട് അത് ചോദിക്കാൻ ചെല്ലുമ്പോൾ നിനക്ക് ഞാൻ കയ്യും കാലും വെച്ച് തന്നതിന് നന്ദി വേണോടാ നായേ എന്ന് പറഞ്ഞ് കുരയ്ക്കുന്നത് പോലാണ് ഈ പാതിരിയുടെ വർത്തമാനം. ഈ കത്തോലിക്ക പുരോഹിതന്മാർക്ക് പൊതുവെയുള്ള ഒരു കഴിവ്, അവർ പറയുന്ന കാര്യങ്ങൾ തള്ളാണെങ്കിൽ പോലും ഈ തള്ളു ഡോക്ടർമാരുടെ കാര്യം പറഞ്ഞതുപോലെ അതെല്ലാം ജനങ്ങളെ സത്യമാണെന്ന് വിശ്വസിപ്പിക്കാനുള്ള ഒരു കഴിവ് ഭയങ്കരമാണ്. ഇത് ക്രിസ്ത്യൻ പ്രത്യയശാസ്ത്രത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. പറയുന്ന കാര്യങ്ങളിൽ പകുതിയിലേറെയും വാസ്തവവിരുദ്ധവും നുണയും ഒക്കെ ആണെങ്കിൽ പോലും അതെല്ലാം സത്യമാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കും. ഈ ഒരു കയ്യിലിരിപ്പും അഹങ്കാരവും ഒക്കെ കൊണ്ട് യൂറോപ്പിൽ വേറിട്ട് പോയ ഒരു സഭയാണ് റോമൻ കത്തോലിക്ക സഭ. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം സായിപ്പ് ഒരു ആധുനിക യൂറോപ്പ് ഉണ്ടാക്കിയപ്പോൾ 2000 കൊല്ലത്തെ പാരമ്പര്യവും സത്യവും ഒക്കെ കൊട്ടിഘോഷിച്ച റോമൻ കത്തോലിക്ക സഭയെയും ക്രിസ്തുമതത്തെയൊക്കെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കിയതും ഇതേ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. കേരളത്തിലെ റോമൻ കത്തോലിക്ക സഭയ്ക്കും ഈ ഒരു അവസ്ഥയിലെത്താൻ എത്ര കാലം കൂടെ വേണ്ടിവരും എന്നുള്ളൊരൊറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ പാതിരി കൊട്ടിഘോഷിച്ച കേരളത്തിലെ സമകാലിക വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ പടവലങ്ങയുടെ കാര്യം പറഞ്ഞതുപോലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം. വളർച്ചയുണ്ട്, പക്ഷെ കീഴ്പോട്ടാണ് എന്ന് മാത്രം. കേരള മൈഗ്രേഷൻ സർവേയുടെ പഠനപ്രകാരം 2018-നും 2023-നും ഇടയിൽ കേരളം വിട്ട് ഉപരിപഠനത്തിനായിട്ട് പോയവരുടെ എണ്ണം 2.5 ലക്ഷമാണ്. ഇത് 2026 ആകുമ്പോഴേക്കും 3 ലക്ഷം കവിയും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് കേരള ജനസംഖ്യയുടെ ഏകദേശം 1% കേരളം വിട്ടു പോകുമെന്ന്. എല്ലാ കൊല്ലവും ഏകദേശം 25,000-ഓളം വിദ്യാർത്ഥികളാണ് നമ്മുടെ പാതിരി പറഞ്ഞ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആഗോള പ്രശസ്തി കാരണം നാട് വിട്ട് ഓടുന്നത്. ഈ നാട് വിട്ട് ഓടുന്ന വിദ്യാർത്ഥികൾ പറയുന്ന പ്രധാന കാരണങ്ങളിൽ ചിലത് ഈ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരു നിലവാര തകർച്ച മാത്രമല്ല, ആധുനിക ലോകവുമായിട്ടും ആധുനിക തൊഴിൽ മേഖലയുമായിട്ടും ഒന്നും ഇഴകിച്ചേരാൻ അനുവദിക്കാത്ത വിദ്യാഭ്യാസ മൂല്യങ്ങളും ഇന്നും ക്യാമ്പസുകളിൽ സജീവമായിട്ട് തന്നെ തുടരുന്ന മോറൽ പോലീസിങ്ങും ചെറുപ്പം മുതൽ തന്നെ ആണിനെയും പെണ്ണിനെയും വേർതിരിച്ചുണ്ടാക്കുന്ന ഒരു സോഷ്യൽ ആങ്സൈറ്റിയും ലൈംഗിക വിദ്യാഭ്യാസ വിരുദ്ധതയും ജെൻഡറിലും സെക്സിലും ഒക്കെയുള്ള വളരെ സങ്കുചിതമായിട്ടുള്ള ഒരു ചിന്താഗതിയും മനോഭാവവും ഒക്കെയാണ്. കേരളം വിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്ന മലയാളി വിദ്യാർത്ഥികൾ ഇന്ന് ഉപരിപഠനത്തിനായിട്ട് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് ജർമ്മനി, ഫ്രാൻസ്, UK, അയർലൻഡ്, ഇറ്റലി, പോളണ്ട്, സ്വീഡൻ, നെതർലാൻഡ്സ് പോലെയൊക്കെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ രാജ്യങ്ങളിലെ പല പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേരളത്തിലെ പോലെ തന്നെ റോമൻ കത്തോലിക്ക സഭയും ക്രിസ്ത്യൻ മിഷണറിമാരും ഒക്കെ തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ മെത്രാന്മാരും പള്ളിയിലച്ചന്മാരും കന്യാസ്ത്രീകളും ഒക്കെ നടത്തുന്ന സ്ഥാപനങ്ങൾ കളഞ്ഞിട്ട് സായിപ്പിൻ്റെ രാജ്യത്ത് പോയി ലക്ഷക്കണക്കിന് രൂപ അങ്ങോട്ടും കൊടുത്ത് സായിപ്പിൻ്റെ അടി പാഴ്സലായിട്ട് മൂക്കിനും വാങ്ങിച്ച് പഠിക്കുകയും ജോലി ചെയ്യുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നത്? അതിൻ്റെ കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ സായിപ്പ് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ബോധപൂർവം ഉണ്ടാക്കിയ ഒരു ആധുനിക യൂറോപ്പാണ്. നൂറ്റാണ്ടുകളോളം യൂറോപ്പിൻ്റെ ശാപം ക്രിസ്ത്യൻ മതവിദ്വേഷവും വർഗീയതയും വിഭാഗീയതയും ഒക്കെയായിരുന്നു. അപ്പോൾ അതിന് അതീതമായിട്ട് ആളുകളെ ചിന്തിക്കാൻ പഠിപ്പിക്കുന്ന, മാനുഷിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ പരിഗണിക്കാനും ബഹുമാനിക്കാനും ഒക്കെ പഠിപ്പിക്കുന്ന നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു ആധുനിക യൂറോപ്പ് സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സായിപ്പിൻ്റെ ഏറ്റവും വലിയ വിജയം. അല്ലാതെ ഇത് കേരളത്തിലെ പല റോമൻ കത്തോലിക്ക വിശ്വാസികളും ക്രിസ്ത്യാനികളും ഒക്കെ കരുതുന്നത് പോലെ ഇത് യൂറോപ്പിൻ്റെ ക്രിസ്ത്യൻ മൂല്യങ്ങൾ കാരണമുണ്ടായ ഒരു മാറ്റമല്ല. യൂറോപ്പ് ഇന്നും റോമൻ കത്തോലിക്ക സഭയുടെയും ക്രിസ്തുമതത്തിൻ്റെയും ഒക്കെ അധീനതയിലായിരുന്നെങ്കിൽ 2015
മരിച്ചുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പ പള്ളികൾ അഭയാർത്ഥികൾക്കായിട്ട് തുറന്നുകൊടുത്ത് അവരെ സ്വീകരിക്കണം എന്ന് പറയുന്നതിന് പകരം അവരെ തല്ലിക്കൊല്ലണം എന്ന് പറഞ്ഞാണ്. കാരണം മാർപ്പാപ്പയുടെ പിൻഗാമികൾ 500 കൊല്ലം മുമ്പ് യൂറോപ്പിൽ ചെയ്തിരുന്നത് അതായിരുന്നു. നിർഭാഗ്യവശാൽ സായിപ്പ് ചവിറ്റുകുട്ടയിലിട്ട സങ്കുചിത മനോഭാവം വളർത്തുന്ന ക്രിസ്ത്യൻ പ്രത്യയശാസ്ത്ര മൂല്യങ്ങളാണ് ഇന്നും ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു വിദ്യാഭ്യാസ സംസ്കാരത്തിലൂടെ കേരളത്തിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണുകൾ വന്നപ്പോൾ അപ്രസക്തമായിട്ട് മാറിയ നോക്കിയ ഫോണിന്റെ ഗതിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഈ ചാറ്റ് GPT, ജെമിനിയും കോ പൈലറ്റും പോലെയൊക്കെയുള്ള AI ടൂൾസുകൾ നൽകുന്നത്. ഈ AI ഗേൾ ഫ്രണ്ട്സ് പോലെ മനുഷ്യനുമായിട്ട് ഇന്ന് ഒരു ആത്മബന്ധം ഉണ്ടാക്കാനും ഒരു അടിമത്തത്തിലേക്കൊക്കെ നയിക്കുവാനും ശക്തിയുള്ള ടെക്നോളജിയുടെ ലോകത്ത് ജീവിക്കുന്ന കൗമാരപ്രായക്കാർക്കും യുവജനങ്ങൾക്കുമൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്കില്ലുകൾ എന്ന് മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളിലുള്ള ഒരു പരിജ്ഞാനവും ലൈംഗിക വിദ്യാഭ്യാസവും ഒക്കെയാണ്. ആ ഒരു തിരിച്ചറിവോ സ്കില്ലുകളോ ഒന്നും ഉണ്ടാക്കാതെ ഈ കൂട്ടിലിട്ട് വളർത്തുന്ന കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെയുള്ള ഒരു വിദ്യാഭ്യാസ സംസ്കാരത്തിൽ നിന്നും ഇന്നത്തെ തലമുറ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടണം എന്ന് ചിന്തിക്കുന്നതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? രക്ഷപ്പെടാൻ കഴിയാത്ത കുഞ്ഞാടുകൾക്ക് ഇനിയുള്ള കാലം മെത്രാന്മാരുടെയും പള്ളിയിലച്ചന്മാരുടെയും ഒക്കെ ആശീർവാദത്തോടുകൂടെ AI ഗേൾഫ്രണ്ട്സുമായിട്ട് വാണമടിച്ച് ജീവിക്കാം. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.